KSRTC ബസ് തടഞ്ഞു. യാത്രക്കാരെ ഇറക്കി വിട്ടു. ട്രിപ്പ് മുടക്കി. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ കേസെടുക്കണം. KSRTCയുടെ ഡ്രൈവർ യദു കോടതിയിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഇത് സംബന്ധിച്ച് 2 പരാതികളാണ് കന്റോൺമെന്റ് പോലീസിന് യദു നൽകിയത്. പക്ഷേ കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ല. കുറ്റകൃത്യം തടയാനുള്ള ശ്രമമാണ് മേയർ നടത്തിയതെന്നാണ് പോലീസിൻ്റെ ഭാഷ്യം. ഇക്കാര്യത്തിൽ ഏതറ്റം വരെയും പോവാൻ യദു തയ്യാറാണ്. എന്തൊക്കെയായിരിക്കും അദ്ദേഹത്തിൻ്റെ പുതിയ നീക്കങ്ങൾ? അദ്ദേഹം തന്നെ പറയട്ടെ. ഞാൻ ആർ ശ്യാംബാബു, മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് പരിപാടി പോയിട്ട് വക്കീലിനെ കണ്ടൊരു പരാതി എഴുതണം. 2 പരാതി എഴുതണം. ഒന്ന് CMDക്ക്, നമ്മുടെ മന്ത്രിക്ക് 2 പരാതിയും കൊടുക്കണം. എന്നുവെച്ചാൽ പരാതി കൊടുത്തില്ലെങ്കിൽ അവരെ നിയമം വെച്ച് അവര് എന്നെ കൊടുക്കുമെന്നുള്ള ഉറപ്പാണ്. പല രീതിയിലും അവർ തെളിയിച്ചാണ്. ആദ്യം അങ്ങേശേഷം എന്തോ കാണിച്ചെന്ന് പറഞ്ഞ്, പിന്നെ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ വണ്ടി തുറന്ന ഉടനെ പറഞ്ഞതെന്ന് വെച്ചാൽ വണ്ടി ഇടിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. പിന്നെയാണ് ആംഗ്യ ചേഷ്ട വന്നതും ലഹരി പദാർത്ഥം യൂസ് ചെയ്തതും പിന്നെ വേറെ കൂടെ ഉണ്ടാകുന്ന ഒരു സ്ത്രീയെ അപമര്യാദയായി പറയുന്നു. സംഭവം ഇങ്ങനെയാണെന്നുള്ളത് വ്യക്തമാണ്, എല്ലാവർക്കും വ്യക്തമായല്ല. പരാതി ആടിനെ കൊടുക്കാൻ എളുപ്പമാണല്ലേ? അതാകുമ്പോ എളുപ്പമല്ലേ. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്നും എനിക്ക് പേടിയില്ല. എന്താ വെച്ചാൽ ഒരു പരാതി ഉള്ളതും ഇവിടുത്തെ പരാതി എന്ന് ഇവര് ഭയങ്കര ഘോരമായിട്ട് പറയുന്ന വെച്ചാൽ ഇവരെ പാർട്ടിക്കാരുമായിട്ട് അടിയായപ്പോഴത്തേക്ക് ഒരു പെണ്ണ് കൊണ്ടുവന്ന് അപ്പൊ അടി മുടുക്കാതിരിക്കാൻ അവരെ പാർട്ടിക്കാരെ റിമാൻഡിലാവാതിരിക്കാൻ എനിക്കെതിരെ നേരെ പ്രയോഗിച്ചതാണ്. ഇവർ മൊത്തത്തില് അങ്ങനെയാണെന്ന് തോന്നുന്നു പൊതുവെ. അതായത് 354A അതിലും അങ്ങനെയാണ്. 354A അതാവുമ്പോ നമ്മളെ എന്ത് വേണോ ചെയ്യാൻ, എന്ത് വേണോ പറയാല്ല. അപ്പൊ നമ്മളെ പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയും ഒന്നും റിയാക്ഷൻ എടുക്കൂലല്ലേ. അവര് കളക്ടർ ആയാലും നമ്മളെ ഇപ്പൊ MLA ആയാലും നമ്മളെ കോർപ്പറേഷൻ മേയർ ആയാലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൂടെ നിൽക്കുള്ളൂ. അതിന് ഉത്തമ തെളിവാണ് ആ സ്റ്റേഷനിൽ നിന്ന് ആളുകൾ വന്ന് SI പോലും എൻ്റെ അടുത്ത് ഒരു വാക്ക് പോലും ചോദിക്കാതെ. അല്ലാതെ ഞാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ആ നിലവിൽ ഞാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ആ നിലവിൽ എന്നെ പിടിച്ചോണ്ട് പോകണമെങ്കിൽ ഒരുപാട് പ്രോട്ടോകോളൊക്കെ ഉണ്ട് പോലീസിന്. ഞാൻ ATA വന്ന് ലെറ്റർ പാഡ് വാങ്ങിച്ച് ലെറ്റർ പാഡിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞ് പേപ്പർ കൊടുത്തിട്ട് വേണം അറസ്റ്റ് ചെയ്യാൻ. ഇങ്ങനെ തോന്നിയ പോലെ റോഡിൽ നിന്ന് മറ്റേ ബാക്കിയുള്ള പാവപ്പെട്ട ജനങ്ങളെ പിടിച്ചോണ്ട് പോകും പോലെ അങ്ങ് പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ ഇപ്പൊ ചോദിക്കാനും പറയുന്നു റോള് മോഡൽ മാഡം തന്നെയാണ്. റോള് എന്താണ് റോളായിരുന്നു. ജീൻസ് പാന്റും ടോപ്പ് കൂട്ടി തലയൊക്കെ ഇങ്ങനെ ആക്കി ആ വീഡിയോയിൽ കാണുന്നുണ്ട്. ഡോറൊക്കെ എന്റെ ബസ്സിന്റെ ഡോറൊക്കെ വലിച്ച് ഇങ്ങനെ തുറന്ന് വലിച്ച് തുറന്ന കണ്ടില്ല, ആ വീഡിയോയിൽ കാണാമല്ലോ. ഡോറ് വലിച്ച് അങ്ങ് തള്ളി തുറന്ന് ഇങ്ങനെ തലയൊക്കെ ഇങ്ങനെ മറ്റേ നമ്മുടെ സുരേഷ് ഗോപി ഇങ്ങനെ ആക്കും. മമ്മൂട്ടി ആക്കൂലേ, ജസ്റ്റ് അതേപോലെയൊക്കെയാണ്. ഞാൻ വിചാരിക്കും ഞാൻ ഇത് ആരപ്പാന്ന് ഞാൻ ആലോചിക്കണം. എന്നിട്ട് ആര്യ എന്ന് പറഞ്ഞപ്പോഴും ഞാൻ ആലോചിക്കണം ഇവരെന്ത് ആര്യ ഞാൻ ആര്യയാണ്. ഞാൻ ആര്യ ഒന്നും കൂടെ എടുത്തു ചോദിച്ചു. അപ്പൊ അവർക്ക് കളിയായിട്ട് തോന്നി കാണും. പക്ഷെ ഞാൻ കിളി പറഞ്ഞു ഒന്നാമത് വണ്ടി ഓടിച്ച് ഇവിടെ ഒന്ന് ക്ഷീണത്തിലിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ ആര്യ രാജേന്ദ്രനാണ്, മേയറാണെന്ന്. ഒന്നും കൂടെ ആര്യ രാജേന്ദ്രനാണെങ്കിലും ആ വായി തുറന്നിരിക്കുകയാണ്. മേയറാണെന്ന് പറഞ്ഞപ്പോ ഞാൻ മേയറാണ്. അപ്പോഴാണ് എനിക്ക് മൊത്തം ഇങ്ങനെ ബ്ലാങ്ക് ആയിപ്പോയി. എന്തെന്ന് വെച്ചാൽ എന്ത് പറയണം, ഏത് പറയണം, ഒരു ആര്യ രാജേന്ദ്രൻ എന്നും പറയണം, ദൈവമേ ജോലി തെറിച്ച് എന്ന് മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോഴത്തേക്ക് പോലീസ് വന്ന് പിടിച്ച് കൊണ്ടുപോയി. എനിക്ക് വേറെ ഒന്നും അവരുടെ അടുത്ത് പറയാൻ പറ്റിയില്ല. രാത്രി 10 മുതൽ രാവിലെ 10 വരെ കൊതു അടിച്ച് കൊതുവിനെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നു. കസേര ഇരുന്ന് എന്ത് ചെയ്യാൻ പറ്റും? കൊതുവിനെ അടിച്ച് എൻ്റെ അടുത്ത് കിടക്കാനുള്ള സൗകര്യം ഉണ്ടാകുന്ന ഞാൻ മേഡത്തിന്റെ അടുത്ത് അതിനുള്ള സൗകര്യം ഒന്നും പോലീസ് സ്റ്റേഷനിലില്ല. നേരെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നിനക്ക് കൊതുക് അടിച്ചോണ്ടിരുന്ന ആദ്യം അവിടെ ഒരു പോലീസുകാർ നേരാണെന്ന് നിനക്ക് അത്രയ്ക്ക് അറിഞ്ഞില്ല, ചുമ്മാ പറയില്ല, നീ മനഃപൂർവ്വം അറിഞ്ഞിട്ടല്ലേ പറഞ്ഞത്. ഞാൻ അവനെ സത്യമായിട്ട് മേഡം എന്റെ അമ്മയാണ് സത്യത്തിൽ അവിടെ ഇരുന്ന് പറഞ്ഞ കാര്യമാണ്. അവര് ചിരിക്കില്ല, അത് വേറെ ഒന്നുമില്ല കുട്ടാ. അവര് നോർമലി എന്റെ സംസാരമൊക്കെ കേട്ടപ്പോ അവർക്ക് മനസ്സിലായി എന്താണെന്നുള്ളത്. കാര്യം നിഷ്കളങ്കമായിട്ട് എന്തോ പറ്റിപ്പോയതാണ്. എനിക്കറിയാമെങ്കിൽ ഞാൻ എന്തായാലും അവരുടെ ഉറങ്ങാതെ 12 മണിക്കൂർ അവിടെ ഇരുന്നു. ഉറങ്ങാതെ 12 എന്തായാലും ഞാൻ അവര് മേയറാണെന്നോ അവരെ അനിയനാണെന്നോ പറഞ്ഞാൽ അവര് എന്റെ അച്ഛനെ വിളിച്ചപ്പോ തിരിച്ചു പറഞ്ഞു അവര് മേയറായിരുന്നെങ്കിൽ അത് പറയില്ലായിരുന്നു. അറിയായിരുന്നെങ്കിൽ അവരുടെ സഹോദരന്റെ അടുത്ത് ഞാൻ മാത്രം പറയൂലായിരുന്നു. എന്താ വെച്ചാൽ എന്നെ അത്രയ്ക്ക് മോശമായിട്ടാണ് പറഞ്ഞത്. അവർക്ക് അധികാരം ഉണ്ടെന്നും അവർ മേയറാണെന്നും അവർക്ക് അറിയാമല്ലോ, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഞാൻ അങ്ങനെ പ്രതികരിച്ചതില് ഭേദം എന്ന് വെച്ചാൽ അറിഞ്ഞിട്ടാണ് പറഞ്ഞെങ്കിൽ അവർക്ക് എല്ലാം പറയാം. അവരെ സപ്പോർട്ട് ചെയ്യാൻ എത്ര പേര്
പാർട്ടി നേതാക്കളുണ്ട്, DFI പ്രവർത്തകരുണ്ട്, SFI പ്രവർത്തകരുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. ഇന്ന് TDSന്റെ മാർച്ച് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിരുന്നത് കുറെ ആൾക്കാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് വരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ കോടതിയിൽ പോകണം, ഇനി വരാൻ പറ്റുമെങ്കിൽ ഞാൻ അവിടെ വരാം, എന്റെ പേരിലല്ലേ ഉണ്ടാവുന്നത്, വരാൻ പറ്റുമെങ്കിൽ വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. മന്ത്രി ഇല്ല, എന്റെ ATO എന്നെ അനുകൂലിക്കുന്നുണ്ട്. ATO അനുകൂലിക്കുന്നുണ്ട്. കേസ് കൊടുക്കണം, നിന്റെ ഭാഗത്ത് നിരാധാണ് എനിക്ക് തെളിഞ്ഞിട്ടുണ്ട്, നിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, അവരാണ് തെറ്റുകാരി എന്നുള്ളത് അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു സാറെങ്കിൽ ഒരു പരാതി എഴുതി കൊടുക്കാത്തത് നമ്മുടെ വണ്ടി ട്രിപ്പ് മുടക്കുന്നത്, അതെന്തെന്ന് പറഞ്ഞപ്പോ ഒന്നും മിണ്ടിയില്ല. അവരെ നിയമം എന്ന് വെച്ചാൽ നിയമിക്കുന്നതും അവരെ ഇപ്പൊ സർക്കാർ എന്ന് പറയുന്നത്, നമ്മുടെ സർക്കാർ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണല്ലോ, അതിന്റെ കീഴിലുള്ളതാണല്ലോ മേയർ. SFI ആയിരുന്നു. പാർട്ടി അന്ന് പണി കിട്ടിയിട്ടാണ് പാർട്ടി ഒന്നും വേണ്ടെന്ന് പറഞ്ഞു നിന്നത്. പിന്നെ ഒരു പാർട്ടിയും വിശ്വസിക്കാൻ തോന്നിയിട്ടില്ല പണികൾ കിട്ടി തുടങ്ങിയപ്പോഴേ. ഇവിടെ ഈ ഏരിയയിൽ പാർട്ടിയിലില്ല, അതാണ് പ്രത്യേകത. ഇവിടെ ഉള്ളവർക്ക് ഞാൻ കോൺഗ്രസ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണെന്ന് വെച്ചാൽ എന്റെ ചേട്ടൻ കോൺഗ്രസ്സുകാരനാണ്, എന്റെ രണ്ടാമത്തെ പാർട്ടി പ്രവർത്തകനായിരുന്നു, SFI ആയിരുന്നു. ഇപ്പൊ പാർട്ടി പ്രവർത്തനമില്ല, അവരെ കുടുംബവും ജീവിതമായിട്ട് അവരെ കുടുംബമായിട്ട് അങ്ങ് പോവുകയാണ്, അവരെ കാര്യങ്ങൾ നോക്കി. അതുകൊണ്ടാണ് ഞാൻ അവരെയും ശല്യം ചെയ്യാൻ പോകാത്തത്. എന്റെ ഭാര്യയോടെ ഉള്ളത്, എന്റെ ഭാര്യയുടെ അടുത്ത് വാശിയുള്ള പോലെ തന്നെയാണ് എനിക്കിപ്പോ. അതിനെക്കാട്ടി വാശിയാണ് ഭാര്യ മോനെ ഇട്ടിട്ട് പോയെന്നുള്ള വാശിയെക്കാട്ടിയും വാശിയാണ് എന്നെ ഇങ്ങനെ അപമാനിച്ചുകൊണ്ട്, എന്ന് വെച്ചാൽ നാട്ടുകാരെ മുമ്പിൽ അപമാനിച്ചു. ഏത് തരത്തില് എങ്ങറ്റം വരെ വേണം പോവും. പിന്നെ എന്നെ കുറെ ഡ്രൈവേഴ്സ് യൂണിയന്റെ ആൾക്കാർ വിളിച്ചിരുന്നു, കോഴിക്കോട് നിന്ന്, കണ്ണൂരിൽ നിന്ന്, പത്തനംതിട്ടയിൽ നിന്ന്. അവരെ എല്ലാ പൈസ സഹായങ്ങളും ചെയ്യാം, ഏതറ്റം വരെ വേണോ നിങ്ങൾ പൊക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട്. കോടതിയിൽ ഏതറ്റം വരെ വേണോ വക്കീലിനുള്ള ഫീസ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു ധൈര്യമുണ്ട്. എന്നെ വേറെ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ BJPയോ BMSോ അങ്ങനെ യൂണിയനുകളോ ഉണ്ടല്ലോ, അവ അങ്ങനെ ഒരു പാർട്ടീസ് ഒന്നും എന്നെ ഇതുവരെയും അങ്ങനത്തെ ഇതിലൊന്നും പറഞ്ഞിട്ടുമില്ല, പങ്കെടുത്തിട്ടുമില്ല. ഒന്നും MLA കേരളത്തിൽ ഉണ്ടെന്ന് ഇപ്പോഴാണ് പറഞ്ഞത്. ഈ MLA അത് ഇപ്പോഴാണ് അറിയാൻ പറ്റിയത്. അതിപ്പോ വണ്ടി കയറി വന്ന് അട്ടഹാസം കാണിച്ചപ്പോ എനിക്ക് മനസ്സിലായി. വണ്ടി കയറി അവരെ ഒരു പവറിന്റെ ഹുങ്കല്ലേ കാണിച്ചേ. ഈ പണിക്ക് കയറണം, എന്റെ അഭിമാന പ്രശ്നമാണ്. കയറി ഒരു ദിവസമെങ്കിലും വണ്ടി ഓടണം. എന്റെ വണ്ടി എന്ന് പറഞ്ഞപ്പോൾ MLA ചോദിച്ചത് നിന്റെ അച്ഛന്റെ വണ്ടിയോ എന്ന് ചോദിച്ചു. സൂപ്പർ ഫാസ്റ്റ് സ്പീഡില്ല. ആദ്യം വന്ന് ഡോർ തുറന്ന് നിങ്ങൾ സൂപ്പർ ഫാസ്റ്റ് സ്പീഡിലാണ് ഓടിക്കണം. അപ്പൊ ഞാൻ ചിരിച്ചു, മാഡത്തിന്റെ മുഖത്തൊക്കെ ചിരിച്ചു. അപ്പോഴേ മാഡത്തിന് ഈഗോ അങ്ങ് കൊണ്ടളവി. സംഭവം ചിരിച്ചപ്പോഴത്തേക്ക് അവര് സൂപ്പർ ഫാസ്റ്റ്, ഞാൻ ഒന്നും കൂടെ ചോദിച്ചു സൂപ്പർ ഫാസ്റ്റ് പയ്യെ പോണോന്ന്. അപ്പൊ അവര് പിന്നെ കയർത്ത് കയറും. സൂപ്പർ ഫാസ്റ്റ് സ്പീഡിലല്ലാതെ പിന്നെ എങ്ങനെയാണ് പോകേണ്ടതെന്ന് ഞാൻ ചോദിച്ചത്. തെറ്റായി പോയാ നിങ്ങൾ പറ. സൂപ്പർ ഫാസ്റ്റ് പയ്യെ പോകാൻ പറ്റുമോ? ഈ ജനങ്ങള് പൈസയും മുടക്കി ഇരട്ടി പൈസയും കൊടുത്ത് ബസ്സിൽ കയറുന്ന സമയത്ത് കാലത്ത് വീടെത്താൻ, എന്നിട്ട് ആ ജനങ്ങളെ അവർ ദ്രോഹിക്കുകയാണ് ചെയ്തത്. വഴിയിൽ ഇറക്കി വിട്ട് ഈ MLA വന്നിട്ട് ഹുങ്ക് കാണിച്ചിട്ട് ഡ്രൈവർ പോലീസ് കൊണ്ടുപോവുകയാണ്, നിങ്ങൾ ഇറങ്ങിക്കോ, ഇറങ്ങി അടുത്ത വല്ല മാർഗം നോക്കാനാണ് പറഞ്ഞത്. അല്ലാതെ ഈ വണ്ടി കൊണ്ടുവന്ന് അവിടെ ഇട്ടിട്ട് ഡ്രൈവറിനെ അറസ്റ്റ് ചെയ്താലും അത് ന്യായമാണ്. ഇവർ ഇത്രയും നല്ല അധികാരമുള്ള ആൾക്കാരാണ്. അയ്യപ്പനും കോശി സിനിമ കണ്ടിട്ടുണ്ടോ? അതേപോലെയാണ് ഞാനും. കോശി കുര്യനാണോ? അതേപോലെയാണ്, എന്തായാലും കോശി കുര്യനാണ് മേയർ. അതാണ് പൃഥ്വിരാജിന്റെ ക്യാരക്ടറാണ് ഞാൻ. പൃഥ്വിരാജ് കോശി കുര്യനാണ്. അല്ല, പൃഥ്വിരാജിന്റെ ക്യാരക്ടർ എന്ന് വെച്ചാൽ കോശി കുര്യൻ എന്ന് വെച്ചാൽ അതില് കൂടുതൽ നിയമത്തിന് നിൽക്കുന്ന മറ്റാളല്ലേ. നിയമത്തിന്റെ ഇതുകൊണ്ട് കുരുക്കാൻ നിൽക്കുന്നത് മൊത്തം നമ്മളെ ബിജു മേനോനല്ലേ. അങ്ങേരല്ലേ സപ്പോർട്ട് ചെയ്തത് എല്ലാവരും. പിന്നെ കോശി കുര്യൻ എന്ന് പറഞ്ഞാൽ അങ്ങേര് പൈസ ഉണ്ടായിട്ടും ഇത്രയും പദവി ഉണ്ടായിട്ടും അങ്ങേർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയില്ല. ആ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. തിരിച്ചാണ് നിൽക്കുന്നത്. പക്ഷെ അതേ അവസ്ഥയില് എനിക്ക് വിജയം കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവസാനം വിജയം ആർക്കാണ് ഉണ്ടായെന്നും അറിയില്ല. ഈഗോ ആണിത്, അവർക്ക് ഈഗോ ആണ്. നമ്മളെ പോലെ ബസ് ഓട്ടിച്ച് നോക്കണം. അവര് ഒന്ന് ബസ്സിന്റെ സീറ്റിൽ കയറി സ്റ്റിയറിങ്ങിന് ഈ വെയിലത്ത് ഈ സ്റ്റിയറിങ്ങിന്റെ അകത്ത് കയറി ഇരുന്ന് വണ്ടി ഓട്ടിച്ച് ക്ലച്ചും ബ്രേക്കും ചവിട്ടുമ്പോ നിൽക്കുന്നുണ്ടാന്ന് വരെ നോക്കണം. അവർ AC കാറിന്റെ അകത്തിരിക്കണമെന്ന് ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവൂല. ഈ ബസ് ഇങ്ങനെ ചവിട്ടുമ്പോ ബസ് എങ്ങോട്ടൊക്കെ പോകണമെന്ന് എനിക്ക് നല്ലോണം അറിയാം. നമ്മൾ KSRTC ബസ് ബ്രേക്ക് പൊള്ളിച്ച് കഴിഞ്ഞാലും കൊണ്ട് കിടക്കുന്ന ഒരു സൈഡ് ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി കൊണ്ടുവന്ന് തിരിയും. അതെന്ന് വെച്ചാൽ വണ്ടി ഓട്ടത്തിൽ തേയ്മാനം സംഭവിക്കും. ചവിട്ടിന്റെ പല തവണ ആയിട്ടാണ് ചവിട്ടി വരുന്നത്. അപ്പൊ KSRTC ഡ്രൈവർമാര്
കുറ്റം പറയാനോ KSRTC കുറ്റം പറയാനോ ആർക്കും ഒരു ഇതുമില്ല. വണ്ടിയുടെ കുഴപ്പം കൊണ്ടുമല്ല, ഈ വണ്ടി ഓട്ടത്തിനിടയിൽ കട്ടറും കുണ്ടും കുഴിയും റോഡ് പണിയൊക്കെയാണ്. അപ്പൊ ഓരോന്നും സ്ലാക്കറും കാര്യങ്ങളൊക്കെ തിരിയുന്നതനുസരിച്ച് ബ്രേക്ക് ചവിട്ടുമ്പോൾ വണ്ടിയുടെ വ്യത്യാസം വരുമ്പോൾ ചിലപ്പോൾ തട്ടും മുട്ടും. പക്ഷെ ഇവരെ തട്ടാതെയും മുട്ടാതെയും കൊണ്ടുപോയി മൊത്തം പൊളിച്ചിട്ടിരിക്കുകയല്ലേ. അത് തന്നെ ഇവര് തട്ടാതെയും മുട്ടാതെയും ഇവരെ ഓവർടേക്ക് ചെയ്ത് പോയിട്ട് ഞാൻ റാഷ് ആയിട്ടാണ് ഓട്ടിക്കുന്നത്. ഇത്രയും ദൂരം ഓടി കേശവദാസ വരെ വരുന്നവരെ റാഷല്ല അതിലെ യാത്രക്കാർ പറയുന്നില്ല. ഇപ്പൊ കേശവദാസനം കഴിഞ്ഞ് പട്ടം എത്തിയപ്പോ മാഡത്തിനാണ് റാഷായി പോയത്. പട്ടം തൊട്ട് പാളയം വരെ അവിടെ എന്റെ ഫ്രണ്ടിൽ കയറാൻ തുടങ്ങി. ഇടത് സൈഡിൽ കൂടെ നിങ്ങൾ കാണുന്നുണ്ട്, വലത് സൈഡിൽ ഇടത് സൈഡിൽ കൂടെയാണ് എന്റെ ഇടത് സൈഡിൽ കൂടെ വരുന്ന ഒരു വീഡിയോ ഉണ്ട്. വരുന്ന ഹോൺ അടിക്കുന്ന, ലൈറ്റ് ഇട്ട് ഡിമ്മും ബ്രൈറ്റും ഇട്ട് കാണിക്കുന്നത്. വൺ വേ വീതി കുറഞ്ഞ റോഡില് ഒരു നമ്മളൊന്നും വളവെടുത്ത് വരുമ്പോ ബൈക്കിന് പോലും പോകാൻ പറ്റൂല. അവിടുത്തെ അപ്പൊ ഇവരൊരു അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ പറയണ എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. എനിക്ക് നേരത്തെ ഇവരെ കണ്ടുള്ള പരിചയമില്ല. അങ്ങനെ നേരത്തെ ഇവര് വ്യക്തിപരമായിട്ട് ഇവരെ രണ്ടുപേരും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഏതെങ്കിലും സംഘടനയിൽ ഉണ്ടായിട്ട് എനിക്ക് ഇവരെ വ്യക്തിഹത്യ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ അവര് ചെയ്യുന്ന അനുസരിച്ച് നോക്കണമെങ്കിൽ ഞാൻ എന്തോ അവരെതിരെയുള്ള പാർട്ടിയിലുള്ള ആളാണ് എന്നുള്ള രീതിയിലാണ് അവര് നിസ്സാര കാര്യമാണ്. അവർക്ക് ഇറങ്ങി ചോദിക്കാം. മാന്യമായിട്ട് വണ്ടി സൈഡിൽ നിർത്തി അവരെ നിർത്തിക്കുന്നുണ്ട് വണ്ടി. അതാണ് എനിക്ക് ദേഷ്യം വന്നത്. ഒരു ഡ്രൈവർമാര് ചെയ്യാൻ പാടില്ല. അതാണ് എന്റെ അടുത്ത് മാന്യമായിട്ട് വന്ന് പറഞ്ഞ വണ്ടി ഒന്ന് ഒതുക്കൂ, ഒരു കാര്യം പറയാനുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ സംസ്കൃത കോളേജിന്റെ അവിടെ ഒതുക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു. സിഗ്നൽ കഴിഞ്ഞ് ഒതുക്കി. കാര്യം എന്താണെന്ന് ചോദിച്ചതിന് കാര്യം ചോദിച്ചിട്ട് പിന്നെ അവർക്ക് നിയമ നടപടി ഉണ്ടെങ്കിൽ പോലീസ് കേസ് കൊടുക്കാൻ പറയും. നിങ്ങൾ കേസ് കൊടുക്കാൻ പറഞ്ഞ് ഞാൻ സ്റ്റേഷനിൽ പോയനല്ല. ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ പോയിട്ട് സ്റ്റേഷനിൽ പോയനല്ല. അത് മാന്യമായിട്ടുള്ള അവര് മാന്യമായിട്ട് ഇങ്ങോട്ട് ബിഹേവ് ചെയ്തിരുന്നത് അങ്ങോട്ട് കിട്ടുമായിരുന്നു. എൻ്റെ അടുത്ത് മോശമായിട്ടായതുകൊണ്ടാണ് ഞാൻ തിരിച്ച് അതേപോലെ ആ പയ്യനോട് സംസാരിച്ചത്. മാഡത്തിൻ്റെ അടുത്ത് ഇപ്പോഴും ഞാൻ മാന്യമായിട്ട് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. ആ ഫോൺ കോളിലായാലും നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് മാന്യമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. കോടതി ഇക്കാര്യത്തിൽ കർക്കശ നിലപാട് സ്വീകരിക്കാനാണ് സാധ്യത. കേസെടുക്കാൻ കോടതി പോലീസിനോട് ആവശ്യപ്പെട്ടേക്കും. അങ്ങനെയാണെങ്കിൽ ആര്യ രാജേന്ദ്രനെതിരെ പോലീസ് കേസെടുക്കും. മേയർ കോടതി കയറും. ക്യാമറമാൻ പ്രണവിനൊപ്പം ആർ ശ്യാം ബാബു, മീഡിയ മലയാളം.